ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒരു ബീറ്റ്റൂട്ടും ഒരു ഉരുളക്കിഴങ്ങുണ്ട്. ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് ഒരു മെഴുക്ക് പുരട്ടി ചെയ്യാൻ പറ്റും ഇത് രണ്ടും കൊണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കുക. ഇതിപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളയുന്നതാണ്. അതേപോലെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയട്ടെ. തൊലിയെല്ലാം ചെത്തിയിട്ട് നമ്മൾ വെള്ളത്തിനകത്തിടുകയാണ്. കിഴങ്ങും അതുപോലെ തന്നെ ഞാനൊന്ന് ചെത്തിയെടുക്കുകയാണ്. ഇപ്പം നമ്മൾ ആ ഉരുളക്കിഴങ്ങും കൂടെ തൊലിയൊക്കെ ചെത്തി ഇതൊന്ന് കഴുകിയെടുക്കുക. നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വേറൊരു വെള്ളത്തിനകത്ത് മാറ്റുകയാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കത് മെഴുക്ക് പുരട്ടിയുടെ ആ രീതിക്ക് അരിയണം. ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതിപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഞാൻ ഒരു പക്ഷേ അറിയാൻ പേത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോട്ടെന്ന് വിചാരിച്ചാണ് നമ്മളിപ്പോൾ ഈ വിശദമായിട്ടൊക്കെ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. തീരെ കനം കുറയാതെ. നമുക്ക് എളുപ്പം ഏതാണെന്ന് വെച്ചാൽ ആ രീതിക്ക് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ബീറ്റ്റൂട്ട് കൂടെ അതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതേപോലെ ചെറിയ കനത്തിൽ അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ഇതുണ്ട് ഇതേപോലെ. ഇപ്പോൾ ബീറ്റ്റൂട്ടും ഒരു ഉരുളക്കിഴങ്ങും നമ്മൾ ആ മെഴുക്ക് പുരട്ടിയുടെ ആ രീതിക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കാം. നമ്മുടെയൊക്കെ സത്യം പറഞ്ഞാൽ ഊണിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരല്പം മെഴുക്ക് പുരട്ടിയോ അല്ല ഇച്ചിരി തോരനോ ഒക്കെ കൂട്ടി കഴിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മളിത് അരിഞ്ഞൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പുപൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നുള്ളൂ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് പുരട്ടി വെച്ചതിന് ശേഷം നമുക്കിനി അത് റെഡിയാക്കാം. അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരു കടായി എടുത്ത് അടുപ്പത്തിട്ട് വെക്കുക. പാത്രം ഒന്ന് ചൂടായതിന് ശേഷം അല്പം വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇച്ചിരി കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കുറച്ച് കടുകിട്ടു. കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം അതങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിന് വെളുത്തുള്ളി അത്യാവശ്യമാണ്. ഞാൻ ചതയ്ക്കുന്നില്ല, ഒന്ന് ചതച്ച് വേണമെങ്കിൽ ഇടാം. ചതയ്ക്കാതെ തന്നെ ഞാൻ വെളുത്തുള്ളി അങ്ങോട്ട് ഇടുകയാണ്. ഒരു 10-12 എണ്ണം ഉണ്ട്, അതങ്ങോട്ട് ഇട്ടു. അപ്പോൾ ആ വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് ഒരു 10-25 ഉള്ളിയും 2-3 പച്ചമുളകും ഉണ്ട്, 2 കീറി അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇളക്കി. അപ്പോൾ ഉള്ളി നമ്മൾ 2ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് സവോളക്കാട്ടി നല്ല ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത്തിരി കരിയാപ്പില കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. ഞാൻ ഇതിൻ്റെ അകത്ത് വറ്റൽമുളക് ചേർക്കുന്നില്ല. ഒരു പക്ഷേ വറ്റൽമുളക് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് വറ്റൽമുളക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാവുന്നതാണ്. എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ബീറ്റ്റൂട്ടും കിഴങ്ങും എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി എന്നുള്ളത്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. ഒരു മീഡിയം തീയിൽ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്നു പോകാം. അപ്പോൾ മെഴുക്ക് പുരട്ടി ഇതിനകത്ത് നമ്മൾ ഈ മെഴുക്ക് പുരട്ടിക്കകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു. വെള്ളം ഇല്ലാതാണ് നമ്മളത് ചെയ്യുന്നത്. 3 മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് തുറന്നു പോകാം. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ. ഇപ്പോഴും ഉണ്ട്, അല്പം വെള്ളമൊക്കെ ഉണ്ട് അതിനകത്ത്. ഇനി ഇത് അങ്ങ് തുറന്ന് വെച്ചാൽ മതി. അപ്പോൾ ആ വെള്ളം അങ്ങ് പറ്റിക്കോളും. അതിൻ്റെ അകത്ത് ഒരല്പം വെള്ളമുണ്ട്. അതിനകത്തൊന്ന് പറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന മുളക് ഇതേപോലെ ഒരളവിൽ അങ്ങോട്ട് ഇടുകയാണ്. നമ്മളൊരു 3/4 ടേബിൾ സ്പൂണ് മുളക് ചതച്ചിട്ടിട്ടുണ്ട്. ഇത് ഒരു ഓപ്ഷനാണ്, താല്പര്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി കേട്ടോ. കാര്യം എരിവായിട്ട് നമ്മൾ 3 പച്ചമുളക് മാത്രമേ ഉള്ളൂ. അതിന് ശേഷം ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് കുരുമുളക് പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്പം ചേർക്കാവുന്നതാണ്. എരിവ് പാകത്തിന് വേണ്ടവർക്ക്. നമുക്ക് ഒരല്പം എടുത്ത് നോക്കട്ടെ. ബന്ധം നോക്കണ്ടേ? ബന്ധം നോക്കണം, അതിൻ്റെ ടേസ്റ്റും നോക്കണം. എന്തായാലും പോരാഴിയുണ്ട്, നമുക്ക് ചേർക്കാവുന്നതാണ്. ചെറിയ കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ കേട്ടോ, സൂപ്പർ മെഴുക്ക് പുരട്ടിയാണ്, അടിപൊളിയാണ്. അപ്പം നമ്മൾ മെഴുക്ക് പുരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കിഴങ്ങും ബീറ്റ്റൂട്ടും എല്ലാം റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇത് വെന്തതിന് ശേഷം അതിൻ്റെ എല്ലാ പാകത്തിനും റെഡി ആയിട്ടുള്ളത്. ഇനി ഇതൊക്കെ നിർത്താം. ഇത് താഴോട്ട് വെക്കട്ടെ.
അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല രുചികരമായ നല്ല ടേസ്റ്റായിരുന്നു ഈ മെഴുക്കുവരട്ടി കേട്ടോ. നമുക്ക് പല ആൾക്കാർക്ക് ഉച്ചയ്ക്ക് ചോറുണ്ണുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ ഒരു മെഴുക്കുവരട്ടിയോ തോരനോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഊണിനൊരു തൃപ്തിയുണ്ട് അല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെ ഇതൊരു നമ്മളിപ്പോൾ ബീട്രൂട്ടും കിഴങ്ങും ആയതുകൊണ്ട് നല്ലൊരു മെഴുക്കുവരട്ടി ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അറിയാൻ ബേച്ചറുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് വെക്കുക, നല്ല അപാര ടേസ്റ്റ് തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടത്തിൽ ആ ബെൽ ബട്ടണൂടെ മറക്കാതെ അമർത്തിയേക്കണം. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.